മലയാളിത്തേക്കിടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നൊരു കേക്കാണ് ഉണ്ടാക്കാൻ പോണത്. വെറും 3, 4, 5 ഇൻഗ്രീഡിയൻസ് ആണ്. അതൊക്കെ കിട്ടുന്ന സാധനമൊക്കെ വെച്ചാണ് നമുക്ക് ബിസ്ക്കറ്റ് വെച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ബൗൺസ് എന്ന് പറഞ്ഞൊരു ബിസ്ക്കറ്റാണ്. അതിൻ്റെ ക്രീമും ബിസ്ക്കറ്റ് മാറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതും ഇന്ന് പൊടിച്ചെടുക്കണം. ഓക്കെ, അത് പൊടിച്ചെടുത്തിട്ട് അപ്പോൾ ഗായ്സ് നമ്മളത് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിലോട്ടിടണം പൊടിച്ചെടുത്തത്. അപ്പോൾ നമുക്ക് പൊടിച്ചെടുത്തത് മാറ്റി വെക്കാം. നമുക്ക് ഇനി എല്ലാം പൊടിച്ചിട്ട് കണ്ടാൽ പോരെ ഗായ്സ്. നമുക്ക് എല്ലാം പൊടിച്ചിട്ട് നമ്മളിപ്പോൾ എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മളിപ്പം 1.5 ഗ്ലാസ് പാൽ ഒഴിക്കണം. 1.5 ഗ്ലാസ് പാല് 1.5 ഗ്ലാസ് പാൽ ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്യണം. നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് കാണാം. ഓക്കെ, ഞങ്ങളത് മിക്സ് ചെയ്യട്ടെ. നമ്മൾ 1.5 ഗ്ലാസ് പാലും കൂടി വേണം. നമ്മൾ ഗ്ലാസ് പാൽ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഇട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് ഇനി നമുക്ക് അടുത്ത വേണ്ടത് സോഡാപ്പൊടിയാണ്. എൻ്റെ കയ്യിലിരിക്കുകയാണ്. നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഇത്രയും കൂടി നിങ്ങൾ ഇടണം, ഞങ്ങളിടുന്നേക്കാളും കേട്ടോ ഗായ്സ്. ഒരു 1/2 ടീസ്പൂൺ ഇട്ടാൽ മതി നിങ്ങൾ. ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ലോണം. നമ്മുടെ അടുത്ത് പഞ്ചസാരപ്പൊടിയാണ്. പഞ്ചസാരപ്പൊടി നിങ്ങൾക്ക് 2 ടേബിൾ സ്പൂൺ ഇടുക. മധുരത്തിനനുസരിച്ചിട്ടാൽ മതി. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് മധുരം വേണം, അതുകൊണ്ടാണ് ഞങ്ങൾ 2 ടേബിൾ സ്പൂൺ അളവിലെടുത്തിരുന്നത്. ഏകദേശം 2 ടേബിൾ സ്പൂൺ. നമ്മൾ അതൊക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്യണം. ഫ്രണ്ട്സ്, കേക്കിൻ്റെ ബാറ്റർ അവിടെ റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് പരിപാടിയും കൂടെ ചെയ്യാനുണ്ട്. കേക്ക് നമ്മൾ ഇതിലാണ് ബേക്ക് ചെയ്യാൻ പോകുന്നത്. ഇവിടെ കുറച്ച് ഓയിൽ തടവണം. ഇത് ഫുള്ളും ക്ലീൻ ആക്കിയിട്ട് നമുക്ക് അരയ്ക്കുന്ന പരിപാടി നല്ല ക്ലീനൊക്കെ കൊടുക്കുന്നു. പൈസ നമ്മൾ ആദ്യം ഇതൊന്ന് തുടച്ചെടുക്കണം. കുറച്ച് ഓയിൽ എടുത്തിട്ട് വരാം. നമുക്ക് കുറച്ച് ഓയിൽ എടുക്കാം. ഇതാണ് ഓയില്. ഇത് തന്നെയല്ലേ ഓയില്? നമ്മളിപ്പോൾ ഇത്ര ഓയിൽ എടുത്തിട്ടുണ്ട്. ഈ അടപ്പ് നമ്മൾ ഇതിലോട്ട് ഒഴിക്കുക. കാണാൻ പറ്റുമോ? ഓയിൽ അതിൻ്റെ അകത്തായിട്ടുണ്ട്. ഇനി നമുക്കത് ഫുള്ളാണ് പരത്തി കൊടുക്കുക. പരത്തുന്ന സാധനമായിട്ട് പരത്താനുള്ള സാധനമായിട്ട് എടുത്ത് അത് ഫുള്ളിങ്ങനെ ഇതാണ് നമ്മുടെ ബാറ്റർ. കൊണ്ട നല്ലോണം ഫ്ലഫി ആയിട്ട് വരുന്നുണ്ട്. കൊണ്ട ഒട്ടിപ്പിടിക്കുകയാണ്. ഇനി അങ്ങ് വായിലോട്ട് വെക്കാൻ തോന്നുന്നു. നല്ല അടിപൊളി മണം കേട്ടോ ഇതിൻ്റെ. നമുക്ക് ക്രീം ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് ചോദിച്ചാലോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ ബിസ്ക്കറ്റിൻ്റെ ക്രീം വെച്ചാണ് നമ്മൾ ക്രീം ഉണ്ടാക്കണം. അപ്പം നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കണേന്ന് പറയാം. അപ്പോൾ നമുക്ക് ഇത്തിരി പാല് വേണം. ഈ പാല് നമ്മൾ ശകലിച്ചായിട്ട് ഇതിലോട്ട് ഒഴിക്കുക. എന്നിട്ട് മിക്സ് ചെയ്യുക. ആദ്യം ഇത്ര ഒഴിച്ചിട്ടുണ്ട്. ഇങ്ങനെ നല്ലോണം ആക്കി കൊടുക്കുക. നല്ലോണം എല്ലാ ഭാഗവും ഇങ്ങനെ ആക്കണം. പായസം നമ്മളത് ഇത്ര നല്ലോണം ഇളക്കിയെടുക്കി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പാൽ ഇത്തിരി കൂടിപ്പോയി. നമുക്ക് പഞ്ചസാരപ്പൊടി ഇത്തിരി ഒന്ന് ചേർക്കാം. ഇതിന് നല്ല മധുരം വേണം. ഇത്ര മധുരം. നമ്മുടെ ബാറ്ററി നമ്മളത് ഇതിലോട്ടാണ്
ഓയിൽ ഒഴിച്ച പാത്രത്തിലോട്ട് മാറ്റാൻ പോവുകയാണ്. ഓ ഗൈസ്, കാണുമ്പോൾ തന്നെ എന്തോ പോലെയാണ്. നമ്മളുള്ള ഫുള്ള് ബാറ്ററി അതിൻ്റെ അകത്ത് ഇടുകയാണ്. ഇത് ഫുള്ള് വടിച്ചെടുക്കണം. വടിച്ചെടുത്ത് ഫുള്ള് ഇട്ടിട്ട് നിങ്ങളെ കാണിച്ചു തരാം. നമ്മുടെ ബാറ്ററി ഇവിടെ ഫുള്ള് നമ്മൾ ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കണം. അതിൻ്റെ അകത്തുള്ള ബബിൾസൊക്കെ പോകാൻ വേണ്ടിയാണ് നമ്മൾ തട്ടണം. ഇനി നമുക്കത് കുറച്ചും പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ച പാത്രത്തിലിടുക. ആദ്യം നമ്മൾ ലോ ഫ്ലെയിമിലോട്ടാക്കുക. നമ്മൾ ആ പാത്രത്തിൻ്റെ അടപ്പങ്ങ് മാറ്റിയിട്ട് നല്ല ചൂടായിട്ടുണ്ട്. നല്ല ചൂടാണ്. ഇനി അതിലോട്ട് നമ്മൾ ഈ സാധനത്തിൻ്റെ വരെ നടിയത്തില്ല, ഇത് വെച്ച് കൊടുക്കുക. നമ്മുടെ ബാറ്ററി അതിൻ്റെ പൊക്കത്തോട്ട് വെക്കുക. ഫ്ലിക്കർ ചെയ്താലേ വേറെ മറ്റേ രീതിയിൽ വെക്കണം. ഫ്ലിക്കർ മറ്റേ രീതിയിൽ വെക്കണം. ഫ്ലിക്കർ ഓക്കെയാ. നമ്മളത് കിട്ടുന്നുണ്ട്. ഇനി 20 മിനിറ്റ് അല്ലേ കുക്കിങ്? 20 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് കാണാം. അപ്പോൾ നമ്മളത് ആറാൻ വേണ്ടി വെച്ചേക്കുവാണ്. നമ്മുടെ ആടാൻ വേണ്ടി വെച്ചേക്ക്. കുത്തി നോക്കി ഒരു കുഴപ്പമില്ല, പറ്റിയൊന്നും പിടിക്കുന്നില്ല. അടിപൊളി ടേസ്റ്റാണ്. ക്രീമൊക്കെ പെരുട്ടുന്ന ക്ലിപ്പൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അങ്ങ് മിക്സായിപ്പോയി. അതില്ലാത്തതുകൊണ്ട് ഇനി ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ എടുത്ത് ഡെക്കറേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചേക്കുവാണ്. അടിപൊളി ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല. 5 മണിക്കൂർ ഫ്രിഡ്ജിൻ്റെ അകത്ത് വെക്കണം. ഒരു പൊളി സാധനമാണ്. ഞങ്ങളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സാധനം. ഇപ്പോൾ ഡബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അടിപൊളി സാധനമാണ്. നല്ലോണം ക്രീമൊക്കെ അതേപോലെ തന്നെയാണ്. അപ്പോൾ ഇതിന് നല്ല വീഡിയോസായി ഇനിയും കാണുന്ന വീഡിയോസോടെ ഇസ്മി അമ്പാടിയാനി സൈനിങ് ഔട്ട്.